കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജ് വായനശാല ഇനിയൊരു ബാലികേറാമലയല്ല. AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സെൻട്രൽ ലൈബ്രറിയിൽ സ്ഥാപിച്ച കീബോർഡ് ലൈബ്രറിയുടെ സഹായത്തോടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം. ബ്രെയിൽ ലിപിയിൽ പുസ്തകം ലഭിക്കാതെ വിഷമിക്കുന്ന കുട്ടികളെ വായനയുടെ ലോകത്തെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ സെൻട്രൽ ലൈബ്രറിയിൽ വന്നാൽ ബ്രെയിൽ ലിപിയിൽ എഴുതിയ പുസ്തകങ്ങൾ തേടി ആരും സമയം കളയണ്ട. എല്ലാത്തിനും കീബോ പരിഹാരമുണ്ടാക്കും. ದೇವರು ಹರಿಯಾದರೂ ಹಿರಿಯಮಿಸುವುದಕ್ಕಾಗಲಿ ಸಿಕ್ಕಿಯಾಗುತ್ತದಂತೆ. रही हरी हालांकि बड़े घुल मिल नहीं सके, वह जश्न मनाना बंद नहीं करेंगे. നമുക്കാവശ്യമുള്ള പുസ്തകമെടുത്ത് പേജ് തുറന്ന് കീബോയ്ക്ക് കീഴിൽ വെച്ചാൽ മതി. ഉള്ളടക്കം സ്കാൻ ചെയ്ത് നമ്മൾ ആവശ്യപ്പെടുന്ന ഭാഷയിലേക്ക് അത് മൊഴിമാറ്റി നൽകും. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയും. വേണ്ടവർക്ക് വായിച്ചു നൽകുകയും ചെയ്യും. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ബംഗാളി, ഉറുദു, മറാത്തി, പഞ്ചാബി, സംസ്കൃതം തുടങ്ങി ചൈനീസ് വരെയുള്ള 60 ഭാഷകളിൽ കീബോ നമ്മൾക്ക് പുസ്തകങ്ങൾ വായിച്ചു നൽകും. ഒരു പേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഒരു 10 സെക്കൻഡാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും കുട്ടികൾക്ക് അത് നമുക്ക് ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. ഇനി സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഇത് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഏത് തരം യൂസറിനും ഇത് വളരെ ഗുണപ്രദമാണ് ഈ എക്യുപ്മെന്റ്. ഇപ്പോൾ ദിനം പ്രതി നിരവധി വിദ്യാർത്ഥികളാണ് കീബോയുടെ സഹായം തേടി ലൈബ്രറിയിൽ എത്തുന്നത്. കീബോ എക്സസ് യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ലൈബ്രറിയിൽ നിന്ന് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ബുക്സ് എടുത്ത് വായിക്കാനും അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനും അവരുടെ വിനോദത്തിന് വേണ്ടിയിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഇനി വിദേശ ഭാഷകളിലെ ക്ലാസിക് കൃതികൾ വായിക്കാൻ താല്പര്യമുണ്ടായിട്ടും ഭാഷയറിയാതെ മാറ്റിവെച്ചവരുണ്ടോ? അവർക്കും കീബോ സഹായിയായി മാറും. 4 വർഷ ബിരുദ കോഴ്സിന്റെ ആദ്യ ബാച്ചിന്റെ പ്രവേശന ദിവസം മുതലാണ് കോളേജിൽ കീബോ ലൈബ്രറി പ്രവർത്തിച്ചു തുടങ്ങിയത്. കീബോയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടായാൽ എല്ലാം തീർത്തു തരാൻ ലൈബ്രറി ജീവനക്കാരും തയ്യാറാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് ആയിരുന്നു. അപ്പം സാരംഗ്, ഗുഡ് മോർണിംഗ്. ഏതായാലും അത് പൊളിച്ചു. അവർക്കത് പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇത്. മറ്റ് ലൈബ്രറികളിലും ഒക്കെ നടപ്പാക്കാൻ കഴിയുന്നതുമാണ്. ഒരു സാധാരണ കോളേജ് ലൈബ്രറി എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സങ്കല്പങ്ങളെയൊക്കെ തന്നെ തച്ചുടക്കാൻ പോകുന്ന സൗകര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു ക്യാമ്പസാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കോളേജ് ലൈബ്രറിയാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ സെൻട്രൽ ലൈബ്രറി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും ഒരുപോലെ തൃപ്തരാക്കാൻ ഇത്തരം ലൈബ്രറികൾക്ക് സാധാരണയായിട്ട് കഴിയാറില്ല. ഇത്തരത്തിൽ കാഴ്ചാപരിമിതരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ തന്നെ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ തന്നെ എല്ലാ പുസ്തകങ്ങളും നമുക്ക് ബ്രെയിൽ ലിപിയിൽ കണ്ടെത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകളുടെ കാലമാണിത്. ടെക്നോളജിയൊക്കെ ഏറെ വളർന്നു, പക്ഷേ എല്ലാ പുസ്തകങ്ങളൊന്നും ഇത്തരത്തിൽ പോഡ്കാസ്റ്റ് ആയിട്ട് നമുക്ക് ലഭ്യമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പാസ് ഔട്ടായി പോയിട്ടുള്ള ഒരു കുട്ടി, കഴിഞ്ഞ വർഷം 3ാം വർഷ വിദ്യാർത്ഥിനിയായിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ലൈബ്രറി ജീവനക്കാരുമായിട്ട് ലൈബ്രറിയുടെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ആ കുട്ടി അറിഞ്ഞ കാര്യം ഈ ലൈബ്രറി ജീവനക്കാരായിട്ട് ആ കുട്ടി പങ്കുവെക്കുകയായിരുന്നു. ഇത്തരത്തിൽ കീബോ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. രാജ്യത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊക്കെ തന്നെ അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു കീബോ ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് വിദേശ സർവകലാശാലകളിലൊക്കെ ഇതൊരു നിത്യസാന്നിധ്യമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാജ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളായിട്ടുള്ള മദ്രാസ് MITയിലും അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ കീബോർഡ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കേരള സർവകലാശാലയിലെ ഒരൊറ്റ ക്യാമ്പസിൽ, കാര്യവട്ടം ക്യാമ്പസിലാണെന്ന് തോന്നുന്നു, കാര്യവട്ടം ക്യാമ്പസിൽ മാത്രമേ ഇപ്പോൾ നിലവിൽ ചെറിയ തോതിലെങ്കിലും കീബോർഡ് സൗകര്യം ഉപയോഗിക്കുന്നുള്ളൂ. ആദ്യമായിട്ടാണ് കേരളത്തിലൊരു ഗവൺമെൻറ് കോളേജിൽ ഇത്തരത്തിൽ, സാധാരണ നമുക്ക് ഒരു എയ്ഡഡ് കോളേജോ അൺഎയ്ഡഡ് കോളേജോ ആണെങ്കിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സംവിധാനമുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് കോളേജിൽ ഇത്തരത്തിൽ ഒരു സൗകര്യം ഒരുക്കി കൊണ്ടുവരിക, അതിനെ ആ രീതിയിൽ സ്വാഗതം ചെയ്യുക, അതിനായിട്ട് വേണ്ടി ഇൻട്രസ്റ്റഡ് ആയി നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി കാഴ്ചാപരിമിതിയുള്ള കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ചില കൃതികളൊക്കെ ആ ഒരു ക്ലാസിക് കൃതിയൊക്കെ ആണെങ്കിൽ ആ ഭാഷയിൽ വായിക്കണം, അല്ലെങ്കിൽ ആ ഭാഷയിൽ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു ഇമോഷനോട് കൂടി മനസ്സിലാക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പലപ്പോഴും പ്രധാനപ്പെട്ട നമ്മുടെ പല ക്ലാസിക് കൃതികളും പാശ്ചാത്യ ക്ലാസിക് കൃതികളൊക്കെ തന്നെ നമ്മുടെ ഭാഷയിലേക്ക് ചിലപ്പോഴെങ്കിലും ഇത്തരത്തിൽ മൊഴിമാറ്റം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ആത്മാവില്ലാതായി പോകാറുണ്ട്.
അത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഫ്രഞ്ച് ഭാഷയിലുള്ള ഒരു നോവൽ വായിക്കാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ ഫ്രഞ്ച് നോവൽ എടുത്ത് അതിൽ ഓരോ താളുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആയിട്ട് കേൾക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കുട്ടികളൊക്കെ തന്നെ ഹാപ്പിയാണ്. അധ്യാപികമാരും അത്തരത്തിൽ നമ്മളോട് ചില കാര്യങ്ങൾ പങ്കുവച്ചു. കാരണം അവരുടെയൊക്കെ തന്നെ കുട്ടിക്കാലത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്ന അധ്യാപികമാരൊക്കെ തന്നെ ഇങ്ങനെ പുസ്തകം വായിക്കാനൊക്കെ ആയിട്ട് ബ്രെയിൽ ലിപി തപ്പി ഇത്തരത്തിൽ ബ്രെയിൽ ലിപിയുള്ള പുസ്തകങ്ങൾ തപ്പി ഏറെ നടക്കേണ്ടി വന്നിരുന്നൊരു കാലത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇനി വരുന്ന കുട്ടികൾക്കില്ല. എന്തായാലും അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇത്തരത്തിൽ ക്യാമ്പസിൽ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഈ ഒരു ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു. മാത്രമല്ല ഈ വായിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടായി തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്ന ചിലരുണ്ടാവും. അവർക്കും ഇതൊരു പരിഹാര മാർഗമായിരിക്കും.